ധാരാളം മാങ്ങ ഉണ്ടാവുന്ന സമയമാണ്. അപ്പം മാങ്ങ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കാലത്തേക്ക് നമ്മൾ എടുത്തു വെക്കുന്നതാണ് ഉപ്പിലിട്ടിട്ടും അച്ചാറിട്ടിട്ടും ഉണക്കി വെച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണ് ഉപ്പിലിട്ട മാങ്ങയാണ്. അപ്പം മാങ്ങ അതിനായിട്ട് നമ്മളൊരു നല്ല ഫ്രഷായ മാങ്ങയായിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇടുന്ന ഭരണിയും അല്ലെങ്കിൽ കുപ്പി അങ്ങനത്തെ വേണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കേണ്ട. ഇങ്ങനത്തേൽ വേണം നമ്മൾ ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ. കുറേ നാളിരിക്കേണ്ടതല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് ആകുമ്പോൾ അതുമായിട്ട് ഈ പുളിയുള്ളതാകുമ്പോൾ പല പ്രവർത്തനങ്ങളും നടന്ന് പല കാര്യങ്ങളും നമുക്ക് ആരോഗ്യപ്രദമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭരണി അല്ലെങ്കിൽ കുപ്പികൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഭരണിയാണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കല്ലുപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഭരണി. മാങ്ങയാണെങ്കിലോ നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണിലൊക്കെ വീണിട്ടുണ്ടാവും, അതുപോലെ എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വാലാൻ വെക്കണം. വെള്ളം തീരെ അതിൻ്റെ പുറം ഭാഗത്ത് പാടില്ല. പിന്നെ വെള്ളം ഉപയോഗിക്കേണ്ടത് നമ്മൾ തിളപ്പിച്ച് ആറി വെക്കണം. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ആറി വെച്ചിട്ടുണ്ട്. മാങ്ങ നല്ല ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഭരണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് നോക്കണ്ടു. പിന്നെ അതിന് വേറെ ഒന്നുമില്ല. പിന്നെ ഉപ്പ്, വെള്ളം അത്രയൊക്കെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് ഇത് കേടാവാതിരിക്കാനായിട്ട്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പൂത്തിരിക്കുന്നുണ്ടാവും, പുഴു വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ വിരൽ മുക്കിയിട്ട്, വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നല്ലെണ്ണ ആയാലും മതി, കടുകെണ്ണ ആയാലും മതി. അത് ചിലപ്പോൾ ചിലർക്ക് ആ രുചി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ എല്ലാത്തുമ്മലും ഒന്ന് പുരട്ടുക. എല്ലാ മാങ്ങേമലും നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഭരണി നല്ല ക്ലീനാണല്ലോ. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് മാങ്ങ മാത്രമാണ് നമ്മൾ പിന്നെ പറക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഒന്ന് തൊട്ടിട്ട് എണ്ണ കവർ ചെയ്യുക. വല്ലാണ്ട് കുറേ വേണ്ട, ഒരിത്തിരി മതി. അപ്പോൾ അതിനൊരു പോളിഷ് കിട്ടണ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ എല്ലാതും അങ്ങനെ പറക്കി വയ്ക്കുക. പിന്നെ വെള്ളം നമ്മൾ തിളപ്പിച്ചത് ചൂടോടെയല്ല ഇതിലൊഴിക്കേണ്ടത്, ചൂടാറിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ തിളപ്പിച്ച് ഒക്കെ വെക്കുകയാണെങ്കിൽ സുഖമാണ്. രാവിലെ വേഗം തന്നെ ഇടാം. അതല്ലെങ്കിൽ ചൂടാറി കിട്ടാൻ കുറച്ച് പ്രയാസമാവുമല്ലോ. ഇപ്പോൾ ഉപ്പുമാങ്ങ ഇടുന്ന പല ടൈപ്പിലുണ്ട്. ചിലർ ഈ മാങ്ങ അടുക്കടുക്കായിട്ട് ഉപ്പിട്ട് മാങ്ങയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ എടുത്തു വയ്ക്കുന്നതുണ്ട്. അതിങ്ങനെ ചുങ്ങിയിരിക്കും, ഇത്തിരി ഹാർഡായിട്ടിരിക്കും. അങ്ങനെയും നമ്മൾക്ക് എടുത്തിട്ട് പിന്നെ അച്ചാറിടാനൊക്കെ സാധിക്കും. ഇത് ഉപ്പിലിട്ടത് അതേപോലെ മാങ്ങ കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അപ്പം തന്നെ കോരി എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതും അത്ര ടേസ്റ്റ്. ഞാനെല്ലാം നോക്കിയതിന് ശേഷം ഇതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ മാങ്ങ എല്ലാം പറക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഷേക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒക്കെ ഫില്ലായി നിൽക്കും. എന്നിട്ട് നിറയെ മാങ്ങ അതിൽ ഇടണ്ട, കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇതിനൊക്കെ നല്ലത്. ഇങ്ങനത്തെ ഉപ്പിലിടുന്നതിനൊക്കെ ഏറ്റവും നല്ലത് കല്ലുപ്പാണ് കേട്ടോ. അത് ആവശ്യത്തിനിടാം. കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും, കുറവായി കഴിഞ്ഞാൽ മാങ്ങയുടെ രുചി പോവുകയും ചെയ്യും. ഉപ്പ് മാങ്ങ എന്നുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളത്തിൽ നോക്കുക, ഒരല്പം മുന്നിട്ട് നിൽക്കണം ഉപ്പിൻ്റെ രുചി. എന്നിട്ട് നന്നായിട്ട് കലക്കുക. കല്ലുപ്പ് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കല്ലുപ്പായതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കുക തന്നെ വേണം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ കുറച്ച് മാങ്ങ പൊന്തിക്കെടുക്കണ്ട, മാങ്ങയുടെ ഒരു ഭാഗം പുറത്താവണ്ട. എന്നാൽ ഒരിത്തിരി പൊന്തി നിന്നോട്ടെ. 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് ചുങ്ങും. അപ്പോൾ അത് അടിയിലേക്ക് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കടുകെണ്ണ എടുക്കുക. കടുകെണ്ണ എടുത്തിട്ട് നമ്മൾ ഇതിന് ചുറ്റും ഒന്ന് പുരട്ടി കൊടുക്കുക. കടുകെണ്ണ എപ്പോഴും ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതാണ്. അതുപോലെ കേടാവാതെയൊക്കെ സംരക്ഷിക്കും. അപ്പോൾ കടുകെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. അതിൻ്റെ മൂടിയുടെ അടിഭാഗത്തും നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുക. കണ്ട കഴിഞ്ഞു കാര്യം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇത് 1 കൊല്ലം കഴിഞ്ഞാലും 1.5 കൊല്ലം കഴിഞ്ഞാലും ഇത് അങ്ങനെ തന്നെ ഇരിക്കും. എടുക്കുമ്പോൾ സൂക്ഷിക്കുക, വല്ല പപ്പടക്കോല് കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തിയുടെ മുന കൊണ്ടോ കുത്തിയെടുക്കാൻ ശ്രമിക്കുക. കൈ വൃത്തിഹീനായ കൈ കൊണ്ടൊക്കെ മുക്കി എടുക്കുമ്പോൾ പിന്നെ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അത് പൂത്തിട്ടുണ്ടാവും. അപ്പോൾ വൃത്തിയുള്ള വസ്തുക്കളെ കൊണ്ട് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ഒരു 2-3 എണ്ണം എടുത്തിട്ട് പുറത്ത് വെച്ച് അതിൻ്റെ വെള്ളം കൂടി എടുത്ത് ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് ഏത് നേരം നമ്മൾക്കത് തുറന്നെടുക്കേണ്ടി വരില്ല. എന്നിട്ട് ഒരു കവറും കൂടി ഇട്ട് അതിൽ സീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടു. സംഗതി ഓക്കെ. ഭരണീരെ മൂടിയതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ ഇതൊക്കെ ചെയ്യാൻ. അതിൽ മുന്നേ സീൽ ചെയ്യരുത് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കാണ് പിന്നെ സമ്പർക്കം വരിക. ആ പ്ലാസ്റ്റിക്കിൻ്റെ സമ്പർക്കം അതിന് വരാതിരിക്കണമെങ്കിൽ മൂടിയോണ്ട് ശരിക്കും മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ വേണം സീൽ ചെയ്യാൻ. എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു. ഇത്രയാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, വൃത്തിയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം കയ്യിലായാലും നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കാണിക്കുക. അപ്പം ഒന്ന് ചൂടാക്കുക കയ്യിൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ ഉള്ളിൽ എപ്പോഴും നനവ് ഉള്ള വസ്തുക്കളൊന്നും ഇടാതിരിക്കുക. അപ്പോൾ ഇത് ഏറെ നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇടുന്ന ഉപ്പുമാവ് കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം, കറികളൊക്കെ ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉപ്പുമാങ്ങ ഇടുക. അതെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപ്പുമാങ്ങ ഇടേണ്ട സമയമാണ്, വൈകിട്ടില്ല, ഇപ്പം തന്നെ നമുക്കിടാം. ചെറിയ മാങ്ങ വേണം എടുക്കാനായിട്ട്, വലിയ മാങ്ങയല്ല ഉപ്പിലിടുക കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ വേണം. മൂവാണ്ടനൊന്നും പറ്റില്ല, മൂവാണ്ടനൊക്കെ അലിഞ്ഞു പോവും പെട്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ വേണ്ട മാങ്ങ ഇത്തിരി നല്ല ഉറപ്പുള്ള മാങ്ങ വേണം, നല്ല പുളിയുള്ളതായിരിക്കണം. അപ്പോഴാണ് ഇതിന് രുചി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഉപ്പുമാങ്ങ ഇടൂലേ. ഓക്കെ, ബൈ.